ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? 22% മുസ്ലിങ്ങളുള്ള ഒരു നാടാണ് കേരളം. അപ്പോൾ അവരുടെ കൂടി സർക്കാരാണ് എന്നാണ് ചോദ്യം. ഈ 22% മുസ്ലിങ്ങൾ കേരളത്തിൽ ഉണ്ടായത് ഈ മെയ് 18 മുതലല്ല, ആണോ? ഈ ശതമാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ പല ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. അത് ഈ ശതമാനത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം പോപ്പുലേഷൻ്റെ കാര്യത്തിൽ തന്നെ ഏറ്റക്കുറച്ചിലുകൾ, വേരിയേഷൻസ് പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതല്ലല്ലോ വിഷയം. അപ്പോൾ ഈ പറയുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇത് എത്ര കാലത്തെ പാരമ്പര്യം, എത്ര കാലമായിട്ട് മുസ്ലിം സമൂഹം ഇവിടെ ഉണ്ട്. അതാണ് കൃത്യമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കൃത്യമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടി പറയണമെങ്കിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ഒരു ബോധ്യം തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്, അല്ലേ? ഇപ്പം ഈ മദ്യവും മദ്യത്തിൻ്റെ വിപണനവും മദ്യത്തിൻ്റെ ഈ പറയുന്ന പരിപാടിയൊക്കെ ഇന്നൊന്നിലും തുടങ്ങിയതല്ലല്ലോ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ 28 ബാറുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ആ 28 ബാറുകളിൽ നിന്ന് 928 ചില്ലറ ബാറുകളാക്കി മാറ്റി. അന്നും 22% മുസ്ലിങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും സർക്കാരുകൾ അത്രയും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? മദ്യത്തെ അതിലെനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ പറയുന്ന ബാറുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയിട്ട് താഴോട്ട് കൊണ്ടുവന്നത്. ഉമ്മൻചാണ്ടി സർക്കാരാണ്, അല്ലേ? ആ മനുഷ്യൻ നല്ലത് ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ മനുഷ്യന് കസേരയിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടിയും വന്നു. അതൊരു മറ്റൊരു കാര്യം, അല്ലേ? ഈ പറയുന്ന ബാർ മുതലാളിമാരൊക്കെ കൂടിയിട്ടുണ്ടാക്കിയ ഒരു കേസായിരുന്നല്ലോ ഉമ്മൻചാണ്ടിക്കെതിരെ. എന്തായിരുന്നു കാരണം? ബാറുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കി എന്നുള്ളതായിരുന്നു കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ മദ്യം കേരളത്തിൽ കുറേ കാലങ്ങളായിട്ട് ഇത് കൃത്യമായിട്ട് EMS തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഇതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന മദ്യത്തിൻ്റെ ഉപഭോഗമാണെങ്കിലും അതിൻ്റെ വിപണനമാണെങ്കിലും കേരളത്തിൽ ഇപ്പോൾ UDF സർക്കാർ വന്നപ്പോൾ എന്തോ കേരളത്തിൽ മദ്യം വിൽക്കാമെന്നുള്ള നിയമം കൊണ്ടുവന്നു എന്നുള്ളത് പോലെയാണ് ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ പോകുന്നത് കണ്ടാൽ. ഇതിൽ സമസ്തയുടെ നിലപാടെന്ന് പറയുന്നത് അത് സമസ്തയുടെ നിലപാടല്ല, അത് ഇസ്ലാമിൻ്റെ നിലപാടാണ്. അത് എപ്പം മുതലുള്ളതാ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിലപാടാണ്, നിയമമാണ്, അല്ലേ? അപ്പോൾ അതിൽ ഇപ്പോൾ ആയിട്ടൊരു പുതിയ നിലപാടിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് അന്ന് മുതലേ ഹറാമാണ്.